പള്ളിയിലിരിക്കുമ്പോ ഉണ്ടാകേണ്ട നിയ്യത്തുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട നിയ്യത്തുകൾ പറഞ്ഞു. പള്ളിയിലിരിക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് പള്ളിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്, ലഭിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മള് ഒരു മനസ്സിലൊരു ചിന്തയോടുകൂടിയിട്ട് പള്ളിയിലിരിക്കും. എഴുത്തിക്കാഫിന് നിയ്യത്ത് വേണം. അതോടൊപ്പം ഇത്തരം നിയ്യത്തുകളും കൂടി ഉണ്ടാകുന്ന നിയ്യത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പ്രതിഫലം കൂടും. ഈബത്ത്, നമീമത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നാവിന്റെ ദോഷങ്ങൾ, കണ്ണിന്റെ ദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തടയാം, നമ്മുടെ ശരീരത്തെ തടയാം എന്നൊരു നിയ്യത്ത്. അങ്ങാടിയിലായിരിക്കുമ്പോ പല ഈബത്തോടെ നമ്മൾ പറയും, ആളുകളെ കുറിച്ച് കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കും, ഹറാമുകൾ നമ്മൾ കാണും. പക്ഷെ പള്ളിയിൽ വന്നിരിക്കുമ്പോ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ തങ്ങളോട് ചോദിച്ചു, ഗീബത്ത് ഒഴിവാക്കലാണോ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ഒഴിവാക്കുന്നതാണോ അതെ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനാണോ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠത ഏതാണ്? 1000 റക്അത്ത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കണ്ട് ഗീബത്തും പറയും. വേറൊരാളെ 1000 റക്അത്ത് നിസ്കരിക്കണമെന്നില്ല, പക്ഷെ ഗീബത്ത് പോലെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞേക്കുന്നത് ഏതിനാണ് മഹത്വം? ആ സമയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തർക്കുൽ ഗീബത്ത് ഒഴിവാക്കലാണത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്വം. അപ്പൊ ആ സംഗതികളെല്ലാം പള്ളിയിൽ വന്നിരിക്കുമ്പോണ്ടാണ്. പള്ളിയിൽ ഇരുന്നിരിക്കുമ്പോൾ പിന്നെ കൂടുതൽ സംസാരം കാലല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ തൊട്ട് നമ്മൾ നഫ്സിനെ തടയുക എന്ന സംഗതി കൂടി പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതുക കൂടി ചെയ്താൽ അതിനുള്ള പ്രതിഫലം കൂടി കിട്ടും. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ആദ്യമായിട്ട് മരണപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം വീട്ടിന്റെ ഉള്ളിൽ ഒരു മെഹ്റാബ് ഉണ്ടാക്കിയിട്ട് അവിടെ ചടഞ്ഞുകൂടി ഇബാദത്തിനായി, പള്ളിയിലേക്കൊന്നും വരാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ റഹ്ബാനിയത്ത്, അതായത് മറ്റാളുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇങ്ങനെ പള്ളിയിലൊന്നും വരാതെ ചടഞ്ഞു കൂടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്തിരിക്കുക എന്നുള്ളത് അതല്ല. അത്തരത്തിലുള്ള റഹ്ബാനിയത്ത് ഇസ്ലാമിയല്ല. ഇസ്ലാമിലുള്ളത് പള്ളിയിൽ വന്നിരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിലെ റഹ്ബാനിയത്ത് അതാണ്, പള്ളിയിലിരിക്കുക എന്നുള്ളതാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കാൻ, അതിനാണ് ഈ ഇസ്ലാമികമായിട്ട് റഹ്ബാനിയത്താണ്. ശരിക്കും അതിന്റെ വാക്കർക്ക് സന്യാസത്തിന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒഴിവായിട്ട് എന്ത് ഇബാദത്തായിട്ട് ഇങ്ങനെ പോയിട്ട് കൂടുക. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിന്റെ ഉള്ളിൽ ചെയ്തത് ഒരു മെഹ്റാബൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, അതൊന്നുമില്ല, പള്ളിയിലിരിക്കലാണ് ഇസ്ലാമിലുള്ള റഹ്ബാനി. അപ്പോ പള്ളിയിലിരിക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട്. ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമുക്ക് തടയാൻ കഴിയും എന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ടിരിക്കുമ്പോ ആ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നീയത്തുകളൊക്കെ നന്നാക്കി അമലുകൾക്കെല്ലാം വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹു നമ്മളോട് കൊടുത്തി അനുഗ്രഹിക്കട്ടെ.